ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തത് മരുഭൂമി. അപ്പൊ ഫസ്റ്റ് എനിക്ക് നിവിൻ ബ്രോനെ ആണെങ്കിലും ദീപക് ജീനെ ആണെങ്കിലും കിട്ടുന്നത് അവിടെയാണ്. അപ്പൊ അവിടെ വെച്ച് ഇവര് ആക്ച്വലി ഒരു പോയിന്റ് കഴിഞ്ഞപ്പോ ഗോപിയും സാഹിബുമായി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ വിളിക്കുമ്പോ രണ്ടുപേരും കൂടെ അടി തല്ലുകൂടിക്കൊണ്ടിരിക്കും പറഞ്ഞിട്ട് പിന്നെ മറ്റേത് പറിച്ചത്. And this guy is never satisfied on the first action. Very good. Thank you, sir. One more. Superb. One more. മലയാളത്തിൽ ഏക വാക്ക് ഫസ്റ്റ് ഡേ പുള്ളി പഠിച്ചത് നമ്മളെ പടത്തിൽ ഇട്ടിട്ടുണ്ട്. I can't tell the camera. മലയാളീസ് ഫ്രം ഇന്ത്യ. നിങ്ങൾ മൂന്നുപേരിലൂടെ മലയാളീസ്. ആദ്യമേ തന്നെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യട്ടെ. വെൽക്കം ടു കേരള. Thank you. ദീപക്, സാഹിബ് ആൻഡ് ഡിജോ ആൻഡ് നിവിൻ. ഡിജോയുടെ ആദ്യത്തെ ചോദ്യം, മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമ സത്യം പറഞ്ഞാൽ താങ്കളുടെ ആട് ജീവിതത്തിന്റെ ഒരു വേർഷനാണോ? ഇല്ല, ആടുജീവിതത്തിന്റെ സ്പൂഫ് അല്ലേ? സ്പൂഫ്. അതെ, ആക്ച്വലി ആടുജീവിതം മാത്രമല്ല, മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞ ഒരുപാട് സിനിമകളുടെ, പിന്നെ അത് ബേസിക്കലി നമ്മുടെ മലയാളികൾ കാണാൻ ആഗ്രഹിച്ചിരുന്ന ഒരുപാട് സിനിമകളാണ്. അപ്പോ അതിന്റെ എല്ലാത്തിന്റെയും ഒരു ലൈറ്റർ വേർഷനാണ് നമ്മുടെ സിനിമ. മനസ്സിലായി? അപ്പൊ ഇപ്പൊ നാട് കാണിക്കുന്നു, അത് നാടിന്റെ സത്യനന്ദിക്കാട് സാറിന് ഞാൻ വലിയ ഫാനാണ്. അപ്പൊ അതിന്റെ കുറെ എലിമെന്റ്സ് ഉണ്ട് ഫസ്റ്റ് ഹാഫ്. ശരിയല്ലേ? എന്താ ചിന്താവിഷ്ടേശാമ്പ, വീണ്ടും ചില വീട്ടുകാർ, അതെ വടക്ക്, അത് അതെ. അപ്പൊ അവിടുന്ന് തുടങ്ങി പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ആടുജീവിതത്തിന്റെ ഒരു, അത് ബേസിക്കലി ആടുജീവിതം എന്ന് പറയാൻ കാര്യം നമ്മളിപ്പോ ആടുജീവിതം കണ്ടുവന്നോളാണ്. ഇത് അതിന്റെ ഒരു ലൈറ്റർ സൈഡ്. അതാ ഞാൻ ചോദിച്ചത്. വെരി ഗുഡ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി താങ്കളുടെ. അതായത് രണ്ട് കാര്യമുണ്ട്. ആദ്യം ഈ നിവിന് വഴങ്ങുന്നൊരു കാര്യമുണ്ടല്ലോ, അതായത് ചുമ്മാ ഇരിക്കുക, ഒന്നും ചെയ്യാൻ വയ്യ, ചിൽ മൂഡ്. അതിൽ നിന്ന് ഒരു സ്ട്രേറ്റ് വേ വേറൊരു ട്രീറ്റ് ഉണ്ട്. അതുകൂടിയാണ് എനിക്ക് ചോദിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്ന താങ്കളുടെ ക്വീന് അല്ല, സിനിമയാണെങ്കിലും ജനഗണമനയാണെങ്കിലും നമുക്ക് ഓഡിയൻസിനൊരു പിടുത്തം തരില്ല എവിടൊക്കെയാണ് ഇത് പോണെന്നുള്ളത്. ബിക്കോസ് യു നോ ദ ഫൈൻ ഇസ് എ ഫുൾ ലെങ്ത് കോമഡി ഫിലിം, ദെൻ യു ബ്രിങ് ഇൻ സാഹിബ്, ദെൻ അങ്ങനെയുള്ള ഓരോ എലിമെന്റ്സ് കൂടി ഇമോഷൻസ് മാറുന്നു. പിന്നെ ഇതാണ് മെസ്സേജിങ് എന്നുള്ളതിലേക്ക് എത്താനായിട്ട് ഫ്രം എ കോമഡി ടു സഡൻ ഒരു സീരിയസ് മൂവി എത്താനും. ആക്ച്വലി എന്താ വെച്ചാൽ ഈ സിനിമനെ എടുക്കുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഇറ്റ്സ് എ ട്രിക്കി ഫിലിം. ഇപ്പോ ജനഗണമന എന്ന് പറഞ്ഞാൽ ഒരേ പേസിൽ പോകുന്ന സിനിമയാണ്, ഭയങ്കര ഫയർ പരിപാടി. ക്വീൻ ആണെങ്കിലും അതിൻ്റെ ഒരു പേസിങ് സെയിം. പക്ഷേ ഈ സിനിമ അങ്ങനെയല്ല, ഇതൊരു ഇമോഷണൽ ജേണിയാണ്. ഇപ്പം ഈ യാത്രയിൽ നമ്മൾ പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ബുദ്ധിമുട്ടുകളുണ്ടാവും, ഇടയ്ക്ക് നൊമ്പരങ്ങളുണ്ടാവും. അതുപോലെ ചെറിയ അപ്സ് ആൻഡ് ഡൗൺസ് വരുന്ന ഒരു, എന്താ പറയാ, നമ്മളൊരു രാജ്കുമാർ ഹിറാനി ഫിലിംസ് ഒക്കെ അല്ലേ, പി കെയിൽ ഇപ്പൊ നമുക്കറിയാം, നമ്മൾ ഇടയ്ക്ക് പെട്ടെന്നാണ് സഞ്ജയത്തിന്റെ ഒരു ആക്സിഡന്റ് നമ്മൾ പ്രതീക്ഷ. അപ്പൊ പക്ഷെ പിന്നെ വീണ്ടും കോമഡിയിലോട്ട് പോകും. അങ്ങനത്തെ ഒരു വെരി ട്രിക്കി ഫിലിം. അതൊരു മീറ്റർ ഉണ്ടല്ലോ. ഇപ്പൊ സീരിയസ് ആയിട്ട് നിവിന്റെ ക്യാരക്ടറിൽ തന്നെ ഇപ്പൊ അമ്മയായിട്ടുള്ള സംസാരം പറയുമ്പോ എനിക്ക് ആരുമില്ല, നീ എഴുതുന്ന പറയുമ്പോ അമ്മേ ഞാൻ എപ്പോഴും അമ്മ ഒരു 100 രൂപ. ഇത് വീട്ടിൽ എന്റെ വീട്ടിലും എല്ലാവരും വീട്ടിലും നടന്ന കാര്യം. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കലേ, ഓ പാവ അമ്മയ്ക്ക് സെൻഡ് ചെയ്യും. മഞ്ജു നന്നായി ചെയ്തിട്ടുണ്ട്. അതെ. അപ്പൊ നിവിൻ എങ്ങനെയായിരുന്നു ഈ ഒരു ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ മെസ്സേജിങ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിനിമയിലേക്ക് തന്നെ? പടവെട്ട് ഒരു ചെറിയ ഇതായിരുന്നു അതിനകത്ത്, സഖാവ് ഓഫ് കോഴ്സ്. പക്ഷെ ഇതിലേക്ക് എത്തുമ്പോൾ ബിഗർ കഥ. അതെ, അങ്ങനെ പൊളിറ്റിക്കലായിട്ട് ആംഗിളിലല്ല പടം ചിന്തിച്ചത്. ഇതിൻ്റെ അകത്തൊരു തുടക്കത്തെ നാട്ടിൻപുറവും ആ ക്യാരക്ടറിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനും കൂടെ ഇങ്ങനെ ഒരു കൂട്ടുകാരനെല്ലാം വന്നപ്പം ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സംഭവമായിരിക്കുമല്ലോ എന്ന് തോന്നി. പിന്നെയാണ് ഈ ട്രാക്ക് മാറി ദുബായി പോകുന്നതും. അപ്പം അതിനൊരു ഭയങ്കര രസമുള്ളൊരു ഗ്രാഫ് ഫീൽ ചെയ്തു. ഒറ്റതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് ഒരു നാട്ടിൻപുറമായിട്ട് ഇരിക്കുകയാണെങ്കിൽ സെക്കൻഡ് ഹാഫ് നമുക്ക് വേറെ ടെറൈനാണ്. അത് മാത്രം എങ്ങനെ പെട്ടെന്ന് രണ്ട് പടം കാണുന്ന പോലെ ആൾക്കാർക്ക് തോന്നുന്നു എന്നുള്ളതുണ്ട്. പക്ഷെ അതിന് പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കുറേ ഇന്റർകട്ട്സും ഫോൺ കട്ട്സ് സാധനങ്ങളെല്ലാം വന്നതൊരു ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട് പരിപാടി. പക്ഷെ എൻ്റെ ടുവേർഡ്സ് എൻഡ് ഉണ്ടല്ലോ, എനിക്ക് ആ സാഹിബിൻ്റെ നാട്ടിൽ പോകുന്നതും ആ കുട്ടിക്കുണ്ടാവുന്ന ഒരു ഇമോഷനും, അതാണ് എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് പെർഫോം ചെയ്യാനും അതായിരിക്കും ചാലഞ്ചിങ്. ചലഞ്ച് ഉദ്ദേശിക്കുന്നത് ഒരുപാട് മനസ്സിലാക്കി കൊടുക്കാൻ. മലയാള റെഫറൻസ് ഓഫ് കോഴ്സ്. ചലഞ്ച് അത് ഭയങ്കര ഇമോഷണൽ ആയിട്ട് നമുക്കിങ്ങനെ നമ്മളിങ്ങനെ നമ്മളിങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും ആ മൊമെന്റ്. കാരണം ഇത്ര നാളും കൂടെ ഉണ്ടായിരുന്ന ഒരാളിൽ നമുക്കത് പറയാൻ പറ്റുന്നില്ല, പക്ഷെ എന്നാൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. പക്ഷെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ചെല്ലുമ്പോൾ അവിടെ വേറെ ഇഷ്യൂ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഇമോഷണലി അത് ഭയങ്കര എനിക്ക് എന്നെ കണക്ട് ചെയ്ത ഒരു മെയിൻ ഫാക്ടർ അതാണ് ആ ക്ലൈമാക്സ്. Coming to you, welcome to you. You started your career in 1996. Yes. Garv.
She's on CBI or just taking my interview? Part of my homework. And I've seen you in Vishwarupam. You have acted with most of this. I mean, I've seen you in English Babu Deshmai with Shah Rukh Yes, Khan. yes. And now you're acting with Akshay Kumar. Acting with one of the most talented director and actors like Nivin Pauly. How was this Sahib? I'm lucky. Yeah. And how was the Sahib related to you? Blessed. Because I got the you were a surprise gift in cinema. You were never there part of the promotions, Yeah, right? yes. You were like a surprise or a welcome breeze in the film, and of Okay. course we have seen multiple factions, and you've done a great job with a different physique actually. No, basically he was double-minded, you know. Kishore put him on in the promotion. When people like my performance, then they call me for the interview. Otherwise, See, yes, that's what he was we- double-minded. Yeah. ബേസിക്കലി നമുക്ക് സാഹിബിനെ അതാ പറഞ്ഞത് ട്രിക്കി ഫിലിം ഞാൻ പറയാൻ കാര്യം അതാ നമുക്ക് ഇതിന്റെ സെക്കൻഡ് ഹാഫ് കാണിക്കാൻ പറ്റില്ല. അതാണ് എക്സാക്ട്ലി സെക്കൻഡ് ഹാഫ് കാണിക്കാൻ പറ്റാതെ ഇത് ബേസിക്കലി ഫാമിലി എന്റർടൈൻമെന്റ് ആണ്. അപ്പൊ ഫാമിലി വൈസ് കണക്ട് ചെയ്ത് പോകുന്ന സ്ഥലത്ത് സെക്കൻഡ് ഹാഫിൽ ഇങ്ങനത്തെ ഒരു ടെറൈൻ ഉണ്ട് അതെ. അല്ലെങ്കിൽ ഇതിന്റെ അപ്പുറം ടെറൈൻ ഉണ്ടെന്ന് നമ്മൾ ആദ്യമേ വിട്ടാൽ പിന്നെ നമുക്ക് നമ്മുടെ പ്രേക്ഷകരെ അറിയാലോ. അറിയാലോ. അവര് വന്ന് കണ്ടു കഴിയുമ്പോ തന്നെ ഫസ്റ്റ് സീൻ കാണുമ്പോ അവർക്ക് കഥ അറിയാം. അപ്പൊ ഇതില് കഥ അറിയാന്നല്ല, നമ്മളെ ഇമോഷണലി ഇത് യാത്രയുടെ ഭാഗമാവുക എന്നുള്ളതാണ് സിനിമയുടെ. ഇത് മീറ്റർ വിടാതെ നിവിന്റെ ഒരു കൺട്രോളിൽ നിന്നുകൊണ്ട് ഈ ഒരു വലിയൊരു മെസ്സേജിങ് കൊടുക്കുന്ന സമയത്ത് താങ്കൾക്ക് പേഴ്സണലി വല്ല ഇതുണ്ടായിരുന്നു പ്രിപ്പറേഷനോ അങ്ങനെ? ഇല്ല, നമ്മളൊരു ഒരു സട്ടിലായിട്ട് ചെയ്യണം എന്നുള്ള തന്നെ ഓറായി അങ്ങനെ ഭയങ്കര ഇമോഷണൽ സാധനമല്ല, ഒരു സട്ടിൽ മീറ്ററിൽ മതി എന്നുള്ളത്. പിന്നെ ഡിജോ അത് കറക്റ്റായിട്ട് പറയും, നമുക്കത് ഈ മീറ്ററിൽ പിടിച്ചാൽ മതി, ഇതായിരിക്കും നല്ലതെന്നുള്ളത് പറയുമായിരുന്നു. അപ്പോൾ നമ്മളൊരു സട്ടിൽ എന്നുള്ളൊരു രീതിയിലാണ് സട്ടിലായിരുന്നു തീം. അല്ല ആക്ച്വലി എനിക്ക് തോന്നും ഇപ്പോൾ നിവിൻ്റെ ഒരു ഫൺ സൈഡ് മാത്രമല്ലല്ലോ, ഇമോഷണൽ ഏരിയ ഭയങ്കര പീക്ക് ചെയ്യുന്ന അതൊക്കെ ഭയങ്കര രസകരമായിട്ട് ഇവൻ ആ ദുബൈയുടെ ഏരിയ ഒക്കെ അപ്പോൾ അതാണ്. ഇപ്പം ഞങ്ങൾ ആ സെറ്റ് ഇട്ട് നമ്മൾ ദുബായിൽ മരുഭൂമിയുടെ അവിടെ ചെയ്യുമ്പോൾ ആക്ച്വലി അത് പണിയാൻ വേണ്ടി ഉണ്ടായിരുന്നവർ ആക്ച്വലി പാകിസ്ഥാനീസ് ആണ്, ഇന്ത്യൻസും ഉണ്ട്. അപ്പോൾ ആ യു റിമെമ്പർ റൈറ്റ്, ഐ മീൻ ദേവർ പാകിസ്ഥാനി ആൾക്കാർ ഇതേ ഡ്രസ്സ് ഇട്ടിട്ട്. സോ അപ്പോൾ വി യൂസ് ടു ടോക്ക്, നമ്മളത് കാണുമ്പോൾ ഞങ്ങൾ ലൊക്കേഷൻ കഴിഞ്ഞ് പോകുമ്പോൾ ഒക്കെ ഇവരിങ്ങനെ നടന്നു പോകും ഒട്ടകത്തെ പിടിച്ചോണ്ട്. അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ചാൽ ആര് പാകിസ്ഥാനി ആര് ഇന്ത്യ ഒന്നുമില്ല, മനസ്സിലായില്ലേ? അപ്പോൾ ആ ഇമോഷൻ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര കണക്ട് ആയി സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത്. കാരണം ഞങ്ങളെ സെറ്റ് ആ വീടില്ലേ അത് ആക്ച്വലി സെറ്റാ. ആ ഇവരുടെ അത് മൊത്തം നമ്മളൊരു ഫുൾ മരുഭൂമിയിൽ പോയിട്ട് അത് ചെയ്ത് സെറ്റ് ചെയ്താണ്. അപ്പോൾ ആ ഏരിയ ഉണ്ടാക്കിയെടുക്കാനൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട്. പ്രശാന്ത് മാധവന് ഇപ്പോ ആടുജീവിതം കഴിഞ്ഞ് മൂപ്പര് മരുഭൂമി തന്നെ ഇരിപ്പല്ലേ? പുള്ളി ആ ട്രിപ്പ് പിടിച്ചേക്കാം, ആ ഒരു ട്രിപ്പി ഫീലാണ്. അല്ല ഭയങ്കര പ്രശാന്ത് ഭയങ്കര രസമായിട്ടാണ് ചെയ്തത്. താങ്കൾ സിനിമയില് ടീച്ചറാണല്ലോ. അതെ അതെ, എല്ലാ സിനിമയിലും ടീച്ചറാണ്. താങ്കൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ടീച്ചർ ജോലി ഏറ്റെടുത്ത് ആക്ട് ചെയ്യുന്നത്? വേറെ ഒന്നും ചെയ്യാൻ പറ്റണ്ടേ, അത് തന്നെ കഷ്ടപ്പെട്ടിട്ടാ ഞാൻ അതിന്റെ ഇടയിൽ. അല്ല അതുകൊണ്ടല്ല, ബേസിക്കലി ഇപ്പൊ കൃഷ്ണനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സീനല്ലേ. ഇപ്പൊ കൃഷ്ണനെ നമ്മൾ സ്ട്രെയിറ്റ് അവേ കാണിച്ചാൽ ഇവരുടെ ഇവന് പല പല വ്യാളിത്തരമുണ്ട്. ആൽപ്പറമ്പിൽ ഗോപിക്ക് നാട്ടിൽ സുഹൃത്തുണ്ട്, അമ്മയുണ്ട്, പെങ്ങളുണ്ട്, പെങ്ങളുടെ ഇതെല്ലാം പോകും. ആ കൂട്ടത്തിൽ ഇവന്റെ ഏറ്റവും വലിയ ഏക പ്രണയമാണ് കൃഷ്ണ. കൃഷ്ണനെ സ്ട്രെയിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ അതിനൊരു ഇതുണ്ടാവില്ല. അപ്പൊ അവള് PSC ഐ മീൻ LDC പരീക്ഷ എന്നൊക്കെ പറഞ്ഞാൽ നമ്മള് ആ ഒരു ട്രാക്ക് എത്തിയപ്പോ ഒരു മാസ് ക്യാരക്ടറോട് റിട്ടേൺ സൈഡിൽ വന്നതാണ്. അന്നേരം ഞങ്ങൾ പ്ലാൻ ചെയ്ത് മാത്രം, അത്രേ ഉള്ളൂ, അല്ലാതെ മനഃപൂർവ്വം ചെയ്തൊന്നുമല്ല. പിന്നെ ഇദ്ദേഹത്തിന് ഒരു ഞാൻ റിവ്യൂലും വായിച്ചു കണ്ടു, അതായത് കുറച്ച് റൈറ്റ് വിങ് ടെൻഡൻസി ഉള്ള ഒരു നായകനായിട്ടാണ് താങ്കൾ പ്രതിച്ഛായിക്കുന്നത്. അതുമാതിരി വാട്സ്ആപ്പ് വിശ്വസിക്കുന്നതും, നമ്മുടെ നാട്ടിൽ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി ആണല്ലോ എല്ലാവരും വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു അതൊരു ബോർഡർ ലൈനാണ്. ഇപ്പൊ ഇത് സത്യം പറഞ്ഞാൽ ഇത് കേരളത്തിലോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് രാഷ്ട്രീയം പറയുന്ന സിനിമ ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെ? ബേസിക്കലി നമ്മൾ ഇതിനെ ഒരു ഫാമിലി എന്റർടൈൻമെന്റ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ വ്യക്തിയിലൂടെ അത്, പക്ഷെ നമ്മൾ അങ്ങനെ പൂർണ്ണമായിട്ട് അത് പിടിക്കുന്നില്ല. കാര്യം ഇവൻ ഈ പറഞ്ഞ പോലെ വളരെ സട്ടിലായിട്ടല്ല ഇവന്റെ ക്യാരക്ടർ. ഇവന്റെ ഫോക്കസ് മെയിൻ എന്താ? ക്രിക്കറ്റ് കളിക്കുക. അപ്പൊ എന്താ വെച്ചാൽ നമ്മള് പാകിസ്ഥാനിയുടെ സൈഡിലോട്ട് വരുമ്പോൾ അവിടെയും ക്രിക്കറ്റ് ആണ്. സോ ക്രിക്കറ്റ് ഇസ് വൺ ഏരിയ വേർ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ എന്നുള്ള എക്സാക്ട്ലി. ഏറ്റവും അവസാനം നമ്മൾ സിനിമ എൻഡ് ചെയ്യുമ്പോഴും ഇപ്പൊ സലിമേന്റെ ക്യാരക്ടർ ഗോപി എന്ന് പറഞ്ഞ, അപ്പൊ ഇതെല്ലാം നമ്മൾ ക്രിക്കറ്റിലോട്ടാണ്. അതാണ് നമ്മൾ വെക്കുന്ന ഒരു റിലീജിയനായിട്ട്. അപ്പൊ അവിടുത്തെ ആ ഹോർഡിങ്ങിലും നമ്മൾ എഴുതിയിരിക്കുന്ന അഭിമാനമാണ്, അഹങ്കാരമാണ്. For your character, where exactly what is your biggest challenge? Because of the language maybe sometimes, but because the entire unit will be talking in one language, and for your character you have to be in that middle of the desert and also acting with Nivin in a different
I think act together because he is basically looking at you as a Rakshasa. From the day one, No, it's my turn. He always disturbs me. Rakshas. Thing is actually from the day one, he always feels comfortable, you know. And second thing is all thanks to Diju. He is the one who removes out from me. Otherwise, I was thinking something else. But What was it you thinking? means thinking in the sense that the way I was portraying the role, ki how I do. Then he told me whatever it is. And second challenge is that the main important is speaking Malayalam as a Punjabi guy. ടഫസ്റ്റ്. And first day he didn't even tell me I have to speak. Gradually, 1 line, 2 lines, 5 lines, and then 10 lines. I said, what? And one day I think still remember I was shooting in the desert. And this full chunk of lines of 20-25 lines are there. And I have to speak at a stretch. And this guy, he put the shot, Deepak ji, we have only half an hour. The sun will come down now. The orange light. You have to finish everything. Now Punjabi guy. Blower is there. They are throwing the sand, everything. I have to speak. Cameraman, Deepak ji ready. Assistant window. Sir, Dijo, action. And this guy is never satisfied on the first action. Very good. Thank you, sir. One more. Superb. One more. One more. In That's the strategy. Yeah. Never believe कि okay, say ना कि Dijo, how the shot. Super. Thank you, sir. For one more. എത്ര അങ്ങനെ എടുപ്പിച്ചു? How many? അത് ആദ്യം തുടങ്ങിയപ്പോൾ ഇത് എനിക്ക് മനസ്സിലായില്ല ഇത് പ്ലാൻ ആണെന്നുള്ള സാധനം. അത് നമ്മളങ്ങനെ എൻകറേജ് ചെയ്തുകൊണ്ട് വെച്ചിട്ട് അത് തലക്കടിക്കുന്ന പോലെയാണ്. സൂപ്പർ പാട്ടി പൊളിയായിട്ടുണ്ട്. 1 more പോവാന്നുള്ള സാധനം. അല്ല അങ്ങനെ തിരിച്ച് പറഞ്ഞു പറ്റിയെന്ന് പറഞ്ഞിട്ടില്ല. Director അല്ലേ പറയാൻ പറ്റില്ലല്ലോ. പറയാൻ പറ്റില്ലല്ലോ. ഓ അതെ, ഡയറക്ടർ അല്ലേ. കൂട്ടി കഴിയുമ്പോൾ കൊടുക്കും ഞാൻ. അവന്റെ നിന്റെ ലാസ്റ്റ് ഒക്കെ ഇപ്പൊ സീനായി. കാര്യം എന്താ, ഞാൻ ഓക്കെ ഷോട്ടല്ലേ, സൂപ്പർ ദിവിജി ഓക്കെ ഷോട്ട്. അപ്പൊ എനിക്ക് കേൾക്കാം 1 more ഇപ്പൊ വിളിക്കും. പക്ഷെ ഞാൻ പറഞ്ഞു ഇല്ല റെഡി നെക്സ്റ്റ് ഷോട്ട്. 1 more ഇല്ലേ അങ്ങനെ. പക്ഷേ ദീപക് ജിയുടെ കാര്യം പറയുകയാണെങ്കിൽ പുള്ളി എല്ലാം മലയാളം ഇതും കറക്റ്റ് ബൈഹാർട്ട് പഠിച്ച് ലിപ്സിങ് കറക്റ്റാക്കി അത് ഇമോഷണലായിട്ട് നമുക്ക് സംസാരിക്കണമല്ലോ. ദീപക് ജി പറയുന്ന മാറ്റേഴ്സ് എല്ലാം മറ്റേ ഫാമിലിയുടെ കാര്യമൊക്കെ പറഞ്ഞാൽ ഇമോഷണലാണ്. ഇത് ഇമോഷണലി വേറൊരു ലാംഗ്വേജ് ടൈം കൺസ്ട്രെയിനിൽ അത് പറയാൻ ദീപക് ജി അത് എഴുതിയെടുക്കും. ഫസ്റ്റ് നമ്മൾ പറയുന്ന മലയാളം ദീപക് ജി ഹിന്ദിയിലാക്കും, അല്ലെങ്കിൽ പഞ്ചാബി, പഞ്ചാബി, ഹിന്ദി. അപ്പൊ ഹിന്ദിയിൽ അത് ഫുൾ എഴുതിയെടുത്തിട്ട് പുള്ളി അതിൽ നിന്ന് പഠിക്കും. എന്ന് പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഷൂട്ട് ചെയ്യാറാകുമ്പോഴത്തേക്കും നമ്മളൊരു പരിപാടി ഉണ്ടല്ലോ സ്ക്രിപ്റ്റില് ഈ ലൈൻ ശരിയല്ല, അപ്പത്തേക്ക് പെട്ടെന്ന് നമ്മൾ ഷാരി സൈഡാന്ന് മാറ്റാം, അത് ഷുഗറാണ് വെട്ടും. അപ്പൊ 1-3 ഇടയിൽ 2 ലൈൻ അറിയാറ് സെക്കൻഡ് ലൈൻ. അപ്പൊ ദീപജി ഡിജോ അപ്പത്തേക്ക് ആ സൈഡിൽ റെഡി 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 കാര്യം ഭയങ്കര പ്രഷർ കേട്ടോ. അത് പുള്ളിനെ സമ്മതിക്കാൻ പറ്റും. പുള്ളിക്ക് മലയാളത്തിലെ ഏക വാക്ക് ഫസ്റ്റ് ഡേ പുള്ളി പഠിച്ചത് നമ്മളെ പടത്തിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ പ്രൊമോഷൻ എസ്പെഷ്യലി എല്ലാവരും വിചാരിച്ചെങ്കിൽ നിങ്ങളുടെ ആദ്യത്തെ ടീസറും എന്റെ ഓഞ്ഞ വിഗ് എന്റെ ബാക്ക് എന്നൊക്കെ പറഞ്ഞു നിങ്ങൾ എല്ലാവരും കളിപ്പിച്ചു. അതായത് ഭയങ്കര തമാശ ഔട്ട്റൈറ്റ് കോമഡി പടം എന്ന് പറഞ്ഞാൽ താങ്കൾ സർപ്രൈസ് എലിമെന്റ് കുറെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി വിപുലമായി പറഞ്ഞു. അപ്പൊ ഈ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിൽ എന്തായിരുന്നു? ഇങ്ങനെ ഈ തമാശ മാത്രം കൊണ്ടുവന്നാൽ മതി? ഇപ്പൊ ജനഗണമനയിൽ ബ്ലാസ്റ്റ് ഉണ്ടായിരുന്നു, വി ന്യൂ there is something different. ഇതിൽ എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? അല്ല, നമ്മൾ ഇതിന്റെ അത് എന്തെങ്കിലും വിട്ടാ ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഇതാണ് സംഭവം. അപ്പൊ പിന്നെ ഇതൊരു ഇമോഷണൽ ജേർണി ആണോന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മളെ പ്രഷർ. ഞാൻ എന്റെ ഒരു പടത്തിന്റെ ട്രെയിലർ ഇത് മനസ്സിലായി, നമ്മളൊന്ന് എന്തെങ്കിലും വിട്ടാ അപ്പൊ ഡീകോഡിങ് വരില്ലേ, അപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത. അപ്പൊ ഇതിലിപ്പോ അത്ര മാരകമായിട്ട് ഹൈഡ് ചെയ്യേണ്ട സാധനമൊന്നുമില്ല. ഇമോഷണൽ ഫിലിം അത്രേ ഉള്ളൂ. പക്ഷെ ആ ഇമോഷണൽ ഫിലിമിനെ നമുക്കത് ചെയ്യണമെങ്കിൽ കുറെ ഹ്യൂമേഴ്സ് ഉണ്ട്, ചെറിയ നല്ല നല്ല ഹ്യൂമേഴ്സ്, ഫാമിലിക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരുപാട് ഹ്യൂമേഴ്സ്. അതെ അതെ, ഇത് ഞാനത് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു എനിക്ക്. എലിയും പിന്നെ അതുമാതിരി ഓട്ടം തുള്ളലും, എക്സാക്ട്ലി ഇത് രണ്ടും. അത് പിന്നെ മറ്റേ ഒരു വെള്ളം കുടിക്കുമ്പോൾ മുസ്ലിം കുട്ടീനെ വിളിച്ചുകൊണ്ട് അതൊക്കെ ഭയങ്കര ഹാർഡ് ഹിറ്റിംഗ് ആണ്. അപ്പോ ഇതൊക്കെ ആ സമയം എഴുതിയതാണോ അതോ ഇടയ്ക്കിടയ്ക്ക് ഡെവലപ്പ് ചെയ്ത് വന്നതാണോ? അല്ലല്ല, ഇതല്ല. നമ്മളെല്ലാം സ്ക്രിപ്റ്റ് വൈസ് കാര്യം എന്താ വെച്ചാൽ എലിയുടെ VFX അടിപൊളിയുണ്ട്. അതെ അതെ, VFX അല്ലാതെ ഷൂട്ട് ചെയ്താണ്. നമ്മള് ഷൂട്ട് ചെയ്താണ്, ട്രെയിൻഡ് എലിയാണ്. എലി ട്രെയിൻഡ് ആയിരുന്നു. ആസ് എൻ എലി അല്ല, അത് വേറൊരു ബ്രീഡാണ്. അപ്പൊ എന്താ മറ്റേ നമ്മൾ ഈ റാറ്ററ്റൂലെ സിനിമയിലൊക്കെ കണ്ടില്ല, അപ്പൊ അതേപോലെ
ദാറ്റ് ഇസ് നോട്ട് ആക്ച്വൽ എലി റാറ്റ് ഇതല്ല, പക്ഷെ അതിന്റെ ഒരു ക്രോസ് ബ്രീഡ്. ക്രോസ് ബ്രീഡ്. അപ്പൊ അതിനെ ട്രെയിനേഴ്സ് ഉണ്ട്. അപ്പൊ അവര് വന്ന് പ്രോപ്പറായിട്ട് ചെയ്യുന്നതാണ്. അത് ഞങ്ങള് അപ്പൊ അതേ പറഞ്ഞു എലി ഉണ്ട്. കുറേ ടൈം എടുത്തു കറക്റ്റ് ക്യാമറ മുമ്പിൽ ചാടി വന്ന് ഇത് കുളിക്കുന്ന സീനൊക്കെ ഉണ്ട്, എലി കുളിക്കുന്ന അതൊക്കെ പോസിബിൾ അല്ല. അപ്പൊ ഇത് കാണുന്ന പ്രേക്ഷകർക്ക് ഇതെന്താ ഈ എലിനെ കാണിക്കണം എന്നുള്ളത് ഇന്റർവെല്ലേ മനസ്സിലാവും. എലി പെടുമ്പോ ഇവൻ പെട്ടു എന്നുള്ളത്. അതാണ് അമ്മയെ നോക്കി ചിരിക്കുന്നത്. പിന്നെ ദിസ് ഇസ് ബേസിക്കലി ടോം ആൻഡ് ജെറി. ടോം ജെറി അതാണ് ബേസിക്കലി. അപ്പൊ സെക്കൻഡ് ഹാഫ് ഷേർഖാൻ വരും, എലി ഇവിടെ ഉണ്ട്. പിന്നെ ഇവര് തമ്മിൽ ഉള്ളൊരു അപ്പൊ ഇപ്പൊ ഈവൻ സാഹിബിന്റെ ഒരു പോയിന്റിൽ സാഹിബ് മിസ് ഔട്ട് ആവുമ്പോഴും there is ഷേർഖാൻ. ഈ ഐ ഡോണ്ട് നോ, ഇത് ഐ വോണ്ട് ടു ആസ്ക് യു ആക്ച്വലി. കുറേ ആൾക്കാർ പറയുന്നത് നിവിൻ്റെ കം ബാക്ക് ഫിലിമാണ്, ബിക്കോസ് ഹീസ് ബാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കം ബാക്ക് ഫിലിം. എനിക്ക് അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ, ബിക്കോസ് യു നെവർ ഗോൺ എനിവെയർ ടു കം ബാക്ക്. അപ്പോൾ അതുകൊണ്ട് വൈ ഈ പീപ്പിൾ ഇങ്ങനത്തെ കമൻസ് കേൾക്കുമ്പോൾ, ആൻഡ് ഐ ഹവ് ബീൻ സീയിങ് ഓൾ ദ റെസ്പോൺസസ്, ഹൗ ഡു ടേക്ക് ഇറ്റ്? പേര് മാറ്റിയാലും നൽകി നിവിൻ പോളി കം ബാക്ക് എന്നിട്ടാലും അങ്ങനെ കുഴപ്പമില്ലല്ലോ. പിന്നെ അതെ, നിവിൻ പോളി കം ബാക്ക്. ഇല്ല, എനിക്ക് തോന്നുന്നു അവര് തുടക്കം നമ്മളിങ്ങനെ കുറേ ഇതേപോലെയുള്ള ജനകീയ പടങ്ങൾ എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ഹ്യൂമർ റിലേറ്റഡ് സിനിമകൾ കൊടുത്തിട്ടുള്ള അവർ അങ്ങനത്തെ സിനിമകൾ ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഡെലിവറി ചെയ്യാണ്ടിരിക്കുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന ഒരു ഫാമിലി. പക്ഷേ വർഷങ്ങൾക്ക് ശേഷത്തിൽ താങ്കൾ പറയാനുള്ള കാര്യങ്ങളൊക്കെ തിരിച്ചവരുടെ ബോധേക്ക് പറഞ്ഞു, ഞാൻ ബിരിയാണി കഴിക്കും, ഞാൻ തടിക്കും. അപ്പം അത് അത്തരം സിനിമകൾ മാത്രമല്ല, ഇത് കറക്റ്റ് എല്ലാം ചേർന്ന് വരണമല്ലോ. അപ്പോൾ ഇതൊരു അങ്ങനെ നല്ല കഥ വരണം, അങ്ങനത്തെ ഒരു സംവിധായകൻ വരണം, ഹ്യൂമർ ഹാൻഡിൽ ചെയ്യുന്ന ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അത് കറക്റ്റായിട്ട് അല്ലെങ്കിൽ ഭയങ്കര റോങ് ആയിട്ട് പോകും. ഇതിലൊരു മീറ്റർ ഉണ്ട്. അപ്പം അത് എല്ലാം ഒത്തുചേർന്ന് വരുമ്പോഴാണ് നമുക്ക് അങ്ങനത്തെ സിനിമകൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതിൻ്റെ ഒരു ഇതായിരിക്കാം. ഏറ്റവും എൻജോയ് ദ പ്രോസസ് എന്താ ഡിജോയുടെ വർക്ക് ചെയ്തപ്പോൾ? അല്ല, ഡിജോ ഭയങ്കര പ്ലാൻഡ് ആയിട്ട് ഷൂട്ട് ചെയ്യുന്ന ഒരാളാണ്. നമ്മൾ മോർണിംഗ് എത്തിയാലും നമ്മൾ വിളിക്കുക ചിലപ്പോൾ കുറച്ച് ഡിലേ ഉണ്ടാവും, ഒരു 1-2 hours ഡിലേ ഒക്കെ ഉണ്ടാവും. പക്ഷെ വന്നു കഴിഞ്ഞാൽ എല്ലാം സെറ്റായിരിക്കും. ലൈറ്റ് ഇതെല്ലാ പരിപാടിയും കറക്റ്റായിട്ട് കയറി വരിക, ഇതാണ് പരിപാടി, ഇവിടെ നോക്കണം. ഞാൻ പറഞ്ഞു ഇത് ഇങ്ങനെ തന്നെ ചെയ്യുന്ന നിർബന്ധം എന്താണെന്ന് ചോദിക്കും. ഒരു ആക്ടറിൻ്റെ രീതി ചെയ്യാലോ. അല്ല ബ്രോ അത് ചെയ്തോ, പക്ഷേ ഈ രീതി ഒന്ന് മനസ്സിൽ വെച്ചിട്ട് ചെയ്താൽ കുഴപ്പമില്ല. കാരണം ഞാനൊരു എഡിറ്റ് പാറ്റേൺ എൻ്റെ മനസ്സിലുണ്ട്. ബ്രോ ഇങ്ങോട്ട് നോക്കും, ഞാൻ കട്ട് ചെയ്യും. അതില്ലെങ്കിൽ എനിക്ക് അവിടെ കട്ട് ചെയ്യാൻ പറ്റില്ല, എനിക്കത് അങ്ങനെ പ്ലേസ് ചെയ്ത് പോകണം. അപ്പം അങ്ങനെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു രീതി പോകുന്നതാണ്. അപ്പം തുടക്കം എനിക്കത് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ഫ്രീ ആയിട്ട് ചെയ്യുന്ന ഒരാളാണ്, അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഇല്ലാതെ അങ്ങനെ നമുക്ക് എന്ത് തോന്നണോ അതേപോലെ ചെയ്യുന്ന ആളാണ്. അപ്പം ഇത് ഇങ്ങനെ റെസ്ട്രിക്ഷൻസ് വരുമ്പോൾ നമുക്കൊരു പാടായിരുന്നു. പക്ഷെ അത് ഒരു ഡയറക്ടറാണല്ലോ, അപ്പം അദ്ദേഹം സിനിമ മൊത്തത്തിൽ കണ്ടിട്ടാണല്ലോ നമ്മുടെ അടുത്ത് പറയുന്നത്. അപ്പം അത് നമ്മൾ റെസ്പെക്ട് ചെയ്ത് ചെയ്യാന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ദീപക് ജിക്കും സെയിം തന്നെയായിരുന്നു. അതായത് പുള്ളിക്കും പുള്ളിയുടെ രീതിയിൽ പെർഫോം ചെയ്യണം എന്നുള്ളതായിരുന്നു ആഗ്രഹം. പക്ഷെ തന്നെ അഗൈൻ Dijo will come and say, Deepak ji, this is the way we have to behave and this is the style. അത് വെച്ചപ്പോ ദീപക് ജിയുടെ ഒരു ലാംഗ്വേജ് ഏരിയ എന്ന് വരുന്നത് വേറെയാണ്. അപ്പൊ അവിടുത്തെ ഒരു പാറ്റേണിൽ നിന്നാണ് more subtle. This is more subtle in terms of even emotional dealing with ground reality. All those elements are there. We have talked about Malayalam films actually. See, basically whatever I did is all thanks to him. To me also. Whatever. Thank me also. My head is like this. Remember, it's not like this. ഈ പടം മൊത്തമുണ്ടല്ലോ ഇതല്ലായിരുന്നു. ടോം ആൻഡ് ജെറി ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തത് മരുഭൂമി. അപ്പൊ ഫസ്റ്റ് എനിക്ക് നിവിൻ ബ്രോനെ ആണെങ്കിലും ദീപക് ജീനെ ആണെങ്കിലും കിട്ടുന്നത് അവിടെയാണ്. അപ്പൊ അവിടെ വെച്ച് ഇവര് ആക്ച്വലി ഒരു പോയിന്റ് കഴിഞ്ഞപ്പോ ഗോപിയും സാഹിബുമായി ഭയങ്കര ബോണ്ടിങ് ആയി. ഇനീഷ്യലി അത് ഉണ്ടായിരുന്നില്ല. ഇനീഷ്യലി ഇവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ രണ്ട് സൈഡിലേക്കും, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ വിളിക്കുമ്പോ രണ്ടുപേരും കൂടെ അടി തല്ലു കൂടിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞിട്ട് പിന്നെ മറ്റേത് പറിച്ചത്. അപ്പൊ ആ ഫൺ ഭയങ്കരമായിട്ട് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റി. മലയാളിയുടെ റെഫറൻസ് എന്തുകൊണ്ടാണ്? അത് ആക്ച്വലി ഇൻസ്പിറേഷൻ ആണ്. നമുക്ക് ഓബ്വിയസ്ലി ഇൻസ്പയർഡ് വേർഷൻ ആണ്. അപ്പോ ഒന്നും പറയാണ്ട് തന്നെ അത് കണ്ടപ്പോ നമുക്ക് കൃത്യമായിട്ട് കണക്ട് ചെയ്യും. അത് നമ്മൾ ബേസിക്കലി നമ്മുടെ ഇതേപോലെ ഒരു മലയാളി ഒരാളുടെ വീട്ടിൽ പോവുക, അത്രയും ദൂരം സഞ്ചരിച്ച് പോവുക, അവിടെ അത് ഒരാളുടെ ജീവിതത്തിന് ഒരു ട്രാൻസ്ഫോർമേഷൻ. ഇവൻ ഓൾറെഡി ട്രാൻസ്ഫോം ആവുന്ന കാര്യം സാഹിബാണ്. അപ്പോൾ ഇവൻ മറ്റൊരാൾക്ക് ഒരു ഇത് കൊടുക്കുക എന്നുള്ള ഇൻസ്പിറേഷൻ കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് അമ്മമാർ, ഒരുപാട് പെൺകുട്ടികൾ ഭയങ്കര കാര്യമായിട്ട് പറയും. കേൾക്കുന്നൊന്നും എല്ലാം വിശ്വസിക്കരുത് എന്ന് പറയുന്ന ഒരു ടാഗ് ലൈനെ ശരിക്കും നിങ്ങൾ കാരണം പലതും കണ്ട് മനസ്സിലാക്കണം. കാരണം ഒരു പൊളിറ്റിക്കൽ ചർച്ച അതാണ്. പിന്നെ അതുമാതിരി യുവർ ടെക്നീഷ്യൻസ് ഓൾസോ യുവർ റിപ്പീറ്റഡ് ജനഗണമനയെന്ന് സുദീപിനാണെങ്കിലും എഡിറ്റർ ആണെങ്കിലും ജെയ്ക്സ് ആണെങ്കിലും റൈറ്റ്. സോ
അതിലേക്ക് എത്തുമ്പോൾ ഇറ്റ്സ് ഈസി ആണോ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർ കൂടുതലുള്ളപ്പോൾ ഫോർ യു ഇഫ് ഇറ്റ് ഇസ് മറ്റേ വിനീത് ആണെങ്കിലും ധ്യാനാണെങ്കിലും യു ഹാവ് എ കോമ്പിനേഷൻ അതുമാതിരി ആയിരുന്നു നിങ്ങൾ താങ്കൾക്കും? ഇവരൊരു ടീം ഭയങ്കര ഇൻ സിങ്ക് വർക്ക് ചെയ്യുന്ന ഒരു ടീമായിരുന്നു. ഞാൻ പുതിയതാണല്ലോ അതിലേക്ക്. പക്ഷെ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ ഭയങ്കര രസമായി. ലൈക്ക് അവർ കറക്റ്റ് സെറ്റ്. അത് സിനിമയിൽ എപ്പോഴും ഒരു ഡയറക്ടർ, DOP, അസോസിയേറ്റ് ഇവർ തമ്മിലൊരു സിംഗിലിങ് എപ്പോഴും അവിടെ ഇങ്ങനെ പ്രശ്നമാണ്. ആ ഒരു അറ്റ്മോസ്ഫിയർ എപ്പോഴും ഒരു ക്ലാഷ്, നമുക്കൊരു ഇറിറ്റേറ്റിംഗ് അറ്റ്മോസ്ഫിയർ ആണ്. പക്ഷെ ഇവിടെ ഫുൾ ഹാപ്പി വൈബായിരുന്നു. താങ്കളുടെ ധ്യാനുണ്ടല്ലോ അതുകൊണ്ട് പിന്നെ തുടങ്ങിയപ്പോൾ ഉണ്ടായില്ല. നമ്മൾ അവിടെ തുടങ്ങി തുടങ്ങിയില്ല. പിന്നെയാണ് ധ്യാനം വന്നപ്പോഴേക്കും സീൻ മാറി. ധ്യാനം സീൻ മാറുമല്ലോ. അത് എങ്ങനെയാണ് നിങ്ങളുടെ എന്തെങ്കിലും തമാശയുണ്ടോ സീൻ ലൊക്കേഷനിലെ ഫുൾ ടൈം തമാശയായിരുന്നു. രണ്ടുപേരും പിന്നെ നമ്മുടെ സിനിമ എന്ന് പറഞ്ഞ ഒരു നുറുങ്ങുകളല്ലേ, ഈ പറഞ്ഞ സത്യൻ സാറിന്റെ ഒക്കെ സിനിമ പോലത്തെ ഒരു പാറ്റേണിലല്ലോ പോകുന്നത്. അല്ലാതെ ഇപ്പൊ നമ്മള് പ്രോമോയില് കാണിച്ച പോലത്തെ ഒരു പക്ക സ്ലാപ്സ്റ്റിക് അല്ല, ഗിവ് ആൻഡ് ടേക്ക് എടാ ആ പരിപാടിയല്ല. അപ്പൊ ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. അപ്പൊ ഇവരെ നമ്മൾ കറക്റ്റ് ആ സ്ക്രിപ്റ്റിലൂടെ കൊണ്ടുപോവുക എന്നുള്ള ഫണ്ണാണ്. അപകടം പിന്നിലുണ്ടെന്ന് പറയുമ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ടേക്ക് കെയർ ചെയ്യാം. അതെ, എങ്ങനെയാണ് ഈ സിനിമ മുന്നോട്ടേക്ക് ആൾക്കാർ കാണുന്നത്? ബിക്കോസ് ഇതിൽ രാഷ്ട്രീയം പറയുന്നത് പലരും പറയും, ചിലപ്പോൾ തമാശ എന്ന് ആൾക്കാർക്ക് പറയും. ഇതിൽ രണ്ടിനും ഒരു കോമ്പിനേഷൻ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇല്ല, മലയാളി ഫ്രെയിമിന്റെ നമ്മൾ തുടക്കമേ ഡിജോലം പറഞ്ഞ പോലെ മലയാളികൾ കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. ഒരു മലയാളിയായ ഒരു അൽപ്പറമ്പിൽ ഗോപി എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു യാത്രയാണ് അത്. വേൾഡ് ഓഫ് ഗോപി. അപ്പോൾ ലൈഫ് എപ്പോഴും അങ്ങനെയാണ്, നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ അങ്ങനെ പോകില്ല. എപ്പോഴും എന്തെങ്കിലും ഇതുണ്ടാവും. പക്ഷെ അത് എന്തെങ്കിലും ഒരു പേർപ്പസിനായിരിക്കും നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ആ പേർപ്പസ് ഈ സിനിമയിൽ എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് അവസാനം പറയുന്നുണ്ട്. ഒരു പെൺകുട്ടിയുടെ ലൈഫ് മാറുന്നുണ്ട് ഈ വ്യക്തി കാരണം. അപ്പോൾ എല്ലാത്തിനും ഒരു പേർപ്പസ് ഉണ്ട്. അത് ഒരു സർവൈവൽ, ഒരു ഫാമിലി ഇമോഷണൽ മൂഡാണ്. നമുക്കൊരു ഇമോഷണലി കണ്ടിരിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ലാസ്റ്റ് 15 minutes ഒക്കെ ഭയങ്കര ഇമോഷണലി കണക്ട് ആവുന്ന ഒരു സിനിമയാണ്. ഡയലോഗ്സ് അത് താങ്കൾ തന്നെ മനസ്സിലാക്കി താങ്കളുടെ റൈറ്ററിന്റെ കൂടെ ഇരുന്ന് നമുക്കറിയാം ജനങ്ങളെ അതിലെ ഫീലിംഗ് തന്നെയാണ്. എന്തുകൊണ്ടാണ് ഈ സിനിമ വേറൊരു ഭാഷയിലേക്കും കൊടുക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്? എല്ലാ ഭാഷയിലും ഒരുപോലെ വർക്ക് ചെയ്യും. അല്ല, അത് ചെയ്തത് നമ്മളല്ലേ. നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ നമ്മളുടെ മലയാളി അത് നമുക്കത് വേറൊരു ഇപ്പൊ നമ്മളൊരു തമിഴായിട്ട് ചെയ്യുകയാണെങ്കിൽ ഒബ്വിയസ്ലി ഇപ്പോൾ OTT വരുമ്പോൾ ഇതൊക്കെ ഡബ് ചെയ്ത് പറഞ്ഞു. അതല്ല ഞാൻ പറഞ്ഞത്. ദിസ് ഇസ് മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് സീനിൽ ദുവ പറയുന്നതാണ്. അതായത് ഒരാള് ഇപ്പൊ നമ്മൾ പറയില്ലേ, ഏത് രാജ്യത്ത് ചെന്നാലും ഈവൻ അന്റാർട്ടിക്കയിൽ പോലും ഒരു മലയാളി ഉണ്ടാവുമെന്ന് നമ്മൾ ചന്ദ്രനിൽ പോലും ഉണ്ടാകുന്നല്ല നമ്മുടെ സോങ്ങിൽ. അപ്പൊ അങ്ങനെയുള്ള എപ്പോഴും നമ്മൾ വിശ്വസിക്കുന്നത് നമ്മൾ മലയാളി എവിടെയും ഉണ്ടാവും. അപ്പൊ ആ ഒരു തോട്ടിലാണ് വൈ ഇൻ മലയാളം, മലയാളി ഫ്രം ഇന്ത്യ. അവന്റെ യാത്ര അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ ഫാമിലി ആൻഡ് ഇമോഷണലി കണക്ട് ചെയ്യും. അപ്പൊ എന്തായാലും ഐ തിങ്ക് താങ്ക് യു സോ മച്ച്. നല്ലൊരു താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹിയർ ആൻഡ് സന്തോഷം. ഹാപ്പി. Thank you so much.